നമസ്കാരം, ഞാൻ രാംജിത്ത്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വാഹന ഉടമകൾ വളരെ ശ്രദ്ധിക്കേണ്ട എന്നാൽ പലർക്കും അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ്. ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് ഫൈൻ അടയ്ക്കാൻ വേണ്ടി നിങ്ങളുടെ വാട്സപ്പിൽ കാർ ഇൻഫോ, വെഹിക്കിൾ ഇൻഫോ, വാഹന ഇൻഫോ തുടങ്ങിയ വെബ്സൈറ്റുകളിൽ നിന്ന് മെസ്സേജുകൾ വരാറുണ്ടോ? ബ്ലൂ ടിക്കോട് കൂടിയായിരിക്കും ഈ മെസ്സേജുകൾ വരുന്നത്. പലരും ഇത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് വരുന്ന മെസ്സേജുകളാണെന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. പല സാധാരണക്കാരും ഈ ഒരു മെസ്സേജിൽ തെറ്റിദ്ധരിച്ച് പണമടച്ച് വഞ്ചിതരാകാറുണ്ട്. എൻ്റെ ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതിക്കാരൻ എത്തിയിരുന്നു. ആദ്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. സാറേ, ഇത് ഈ ഒരു കേസിൽ എന്താണ് സംഭവിച്ചതെന്നൊന്ന് പറയാമോ? സാറേ, എനിക്കൊരു വണ്ടി KL2AS 5850 സ്കൂട്ടർ ഉണ്ടായിരുന്നു. അത് ഇപ്പം വിൽക്കാനായിട്ട് പോയപ്പോൾ പെറ്റി ഉണ്ടെന്ന് അറിയാം. അപ്പോൾ അങ്ങനെ പെറ്റി ഉണ്ടെന്ന് ഞാൻ അടയ്ക്കാനായിട്ടിരിക്കുമ്പോൾ ഒരു മെസ്സേജ് വന്നു. കാർ ഇൻഫോം എന്ന് പറഞ്ഞ് വാട്സാപ്പിലൊരു മെസ്സേജ് വന്നു. അങ്ങനെ 2 എണ്ണം വന്നു. അതിനകത്ത് 2270 രൂപ അടയ്ക്കണമെന്നും പറഞ്ഞു, പേ നൗ എന്നും പറഞ്ഞ് മെസ്സേജ് വന്നു. കേട്ടല്ലോ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഞാൻ വളരെ ലളിതമായി വിശദീകരിക്കാം. അതായത് നിങ്ങളുടെ യഥാർത്ഥ ഫൈൻ 500 രൂപയേ ഉള്ളൂ. എന്നാൽ ഏകദേശം 1600 രൂപയോളം ഈ വെബ്സൈറ്റ് ലീഗൽ ഫീസ് അല്ലെങ്കിൽ സർവീസ് ചാർജ് എന്ന പേരിൽ നിങ്ങളിൽ നിന്ന് ഈടാക്കിയിരിക്കുകയാണ്. ഇത് പൂർണ്ണമായും ഒഴിവാക്കാവുന്ന ഒരു കാര്യമാണ്. ഇതിന് എന്താണ് ഒരു പരിഹാരം? ഒന്നാമത്തെ കാര്യം, ഫൈൻ അടയ്ക്കുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റ് മാത്രം വഴി ഫൈൻ അടയ്ക്കുക. ആ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റിൽ കൂടി ചേർത്തേക്കാം. ഇനി നിങ്ങളുടെ ചെല്ലാൻ കോടതിയിലേക്ക് മാറിയതാണെങ്കിലും നിങ്ങൾക്ക് ഫൈൻ അടയ്ക്കാൻ സമ്മതമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓഫീസിനെ സമീപിക്കാവുന്നതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ചെല്ലാൻ യാതൊരുവിധ അധിക തുകയും കൂടാതെ ഫൈൻ അടച്ച് തീർപ്പാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ വാഹനത്തിന്റെ പിഴ ചുമത്തിയിരിക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അത് ഓൺലൈനായിട്ട് അടയ്ക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ബന്ധപ്പെട്ട ഓഫീസുകളെ സമീപിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇത്തരം വ്യാജ വാട്സപ്പ് മെസ്സേജുകൾ കണ്ട് പരിഭ്രാന്തരായി പണം നഷ്ടപ്പെടുത്താതിരിക്കുക. ഇത്തരം അറിവുകൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾ